പരമാധികാര പരമോന്നത പണ്ഡിത സഭയായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിലെ മുസ്ലിം ഉമ്മമാർക്ക് സഹോദരിമാർക്ക് വലിയൊരു ആശ്വാസമായിക്കോട്ടെ എന്ന രീതിയിൽ അന്യപുരുഷന്മാരുമായി കലർപ്പില്ലാത്ത രീതിയിൽ പരിപൂർണമായി നിയന്ത്രണമാകുമെന്ന ലക്ഷ്യത്തോടുകൂടി ഗ്ലോബൽ എക്സ്പോക്ക് എൻട്രി കൊടുത്തു. 10,000 പേർക്കായിരുന്നു എൻട്രി കൊടുത്തത്. പക്ഷേ പല നാടുകളിൽ നിന്നും കിലോമീറ്ററുകൾ താണ്ടിക്കൊണ്ട് പല ഉമ്മമാരും എൻട്രി ടിക്കറ്റ് ക്ലോസ് ആയപ്പോ വാഹനത്തിൽ നേരത്തെ വന്ന് ക്യൂവിൽ നിന്ന് ആവലാദികളും വേവലാദികളും പറഞ്ഞപ്പോ സംഘാടകരുടെ മനുഷ്യത്വത്തിന്റെ അങ്ങേയറ്റത്തെ ക്ഷമയുടെ ഭാഗമായിട്ട് എല്ലാവരും പ്രവേശിച്ചോട്ടെ, മാക്സിമം കാണുന്നവരൊക്കെ കണ്ടോട്ടെ എന്ന ചിന്തയിൽ എൻട്രി കൊടുക്കാൻ ശ്രമിച്ചപ്പോ 10,000 പേർക്കുള്ളത് 40,000 പേരുടെ മുകളിലേക്ക് പോയപ്പോ ഏത് സംഘാടകർക്കാണ് നിയന്ത്രിക്കാൻ കഴിയുക? ആർക്കാണത് കൺട്രോൾ ചെയ്യാൻ കഴിയുക? പക്ഷേ അവിടേക്ക് നാം ഹൈർ ചിന്തിക്കണം. സംഘാടകരെ വിളിച്ചിട്ട് ആത്മാർത്ഥമായിട്ട് ഉപദേശങ്ങൾ നൽകാൻ കുഴപ്പമില്ല, അതൊക്കെ നിയന്ത്രിക്കണമെന്ന് പറയാൻ തെറ്റില്ല. അതിന് പകരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ തുറന്നു വെച്ച് ഏതൊക്കെ ഗ്രൂപ്പുകളുണ്ടോ അവിടേക്ക് വോയിസ് നോട്ട് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് എന്തൊക്കെ അപവാദങ്ങളാ പറഞ്ഞു വരുത്തുന്നത്, എന്തൊക്കെ നുണകളാ പറഞ്ഞു വരുത്തുന്നത്. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഉമ്മമാരെ, നാളെ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ അല്ലാഹു തആല ചോദ്യം ചെയ്യാതെ വിടുകയില്ല. നാം മനസ്സിലാക്കേണ്ടത് അവിടെ ഖിദ്മത്ത് ചെയ്യുന്ന SKSSFന്റെ വിഖായിയുടെ പ്രവർത്തകരുണ്ട്, അതേപോലെ തന്നെ SYSന്റെ ഖാദിമീങ്ങളുണ്ട്, അതുപോലെയുള്ള സമസ്തയുടെ പോഷക ഘടകങ്ങളുടെ വയോധികരായ ജംഇയ്യത്തുൽ ഉലമയുടെ മഹത്തുക്കളായ പണ്ഡിതന്മാരുണ്ട്. അവരൊക്കെ ഉറക്കമൊഴിച്ച് വളരെ ത്യാഗം ചെയ്തുകൊണ്ട് ഇതൊക്കെ ദീനിന്റെ ഭാഗമാകട്ടെ, ദീൻ വളരട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് ഖിദ്മത്തിന്റെ മെന്റാലിറ്റിയിൽ എത്രയോ ദിവസങ്ങളായി ഉറക്കമില്ലാതെ, ഊണില്ലാതെ, ഭക്ഷണമില്ലാതെ പ്രയാസപ്പെടുകയാണ്. അവരോടൊക്കെ പറയേണ്ട രീതിയിൽ പറയാം, അവരോടൊക്കെ റിക്വസ്റ്റ് ചെയ്യേണ്ടതുപോലെ റിക്വസ്റ്റ് ചെയ്യാം. പരിഹാരം ഉണ്ടാകുമല്ലോ. ഇന്നലെ രാത്രി തന്നെ അതിന് പരിഹാരമാകണമെന്ന് ചിന്തിച്ച് മഹാനായ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ വളരെ എമർജൻസി മീറ്റിംഗുകളും മറ്റും സംഘടിപ്പിച്ച് വേണ്ടുന്ന രീതിയിലുള്ള സജ്ജീകരണങ്ങൾ ചെയ്ത് ഇന്ന് ആയിരക്കണക്കിന് വിഖായിയുടെ നീലപ്പടയണികളെ റോഡിന്റെ മുകളിൽ നിരത്തിയിട്ട് കൺട്രോൾ ചെയ്യാൻ പറഞ്ഞു. ഇന്നലെ വരെ ഹൈർ ചിന്തിച്ചോ, ഒരിക്കലും സ്ത്രീകളുടെ ഇടയിൽ പുരുഷന്മാര് വരണ്ട, മാക്സിമം സ്ത്രീകളെ കൊണ്ട് കൺട്രോൾ ആകുമെന്ന്. പക്ഷേ സ്ത്രീകളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ വന്നപ്പോ സ്ത്രീകളുമായി ഇടകലറി വരാത്ത രീതിയിൽ ട്രാഫിക് കൺട്രോളുകളും മറ്റും ഇന്ന് കുണയുടെ ഭാഗത്ത് പോയവർക്കറിയാം. ഞാൻ ഈ സദസ്സിലേക്ക് വരുന്നത് കാസർഗോഡ് നിന്നാണ്. വരുന്ന വഴിയിൽ മാഷാ അല്ലാഹ് ഒരു ബ്ലോക്ക് പോലും ഇല്ലാതെ വളരെ നിയന്ത്രിതമായിട്ട് ഇന്നത്തെ എക്സ്പോ പൂർത്തീകരിച്ചു. ഇന്ന് ഞാൻ അവിടത്തേക്ക് വിട്ട ബസ് ഉണ്ടായിരുന്നു. ഇന്ന് പോയ സഹോദരിമാരോട് വിളിച്ചു ചോദിച്ചു എങ്ങനെയുണ്ട്. അൽഹംദുലില്ലാഹ് എല്ലാം റാഹത്തായിട്ടുണ്ട്. പിന്നെ മറ്റൊരു കുറ്റപ്പെടുത്തലുകള്, അവിടെ പോയത് ഖുർആൻ എക്സ്പോ കാണാനാണ്, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും എക്സ്പോ കാണാനാണ്. വലിയ ഹൈലൈറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ നടക്കുന്നത് ഗ്ലോബൽ എക്സ്പോയാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഓരോരുത്തരുടെയും മനസ്സിന്റെയും ബുദ്ധിയുടെയും ചിന്തയുടെ അകത്തുള്ള എക്സ്പോ അല്ല പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ. അവിടെ നടക്കുന്നത് ലോകോത്തര നിലവാരമുള്ള രീതിയിൽ ഈ ലോകത്തെ മുഴുവൻ പരിചയപ്പെടുത്തുമാർ രീതിയിലുള്ള ചരിത്രങ്ങളാണ്. സമസ്തയുടെ 100 വർഷത്തെ പാരമ്പര്യത്തെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ് ഇങ്ങനെയുള്ള ഗ്ലോബൽ എക്സ്പോ. നമ്മൾ ചിന്തിക്കുന്നത് പോലെ നമ്മുടെ ഏതെങ്കിലും പ്രദേശവാസത്ത് ലോക്കൽ ഏരിയയിൽ ഏതെങ്കിലും മറ്റേ എക്സ്പോയുമായി കമ്പയർ ചെയ്യേണ്ട എക്സ്പോ അല്ലാതെ അങ്ങനെയുള്ള ചിന്തയിൽ വളരെ വ്യക്തമായി സുപ്രഭാതം പത്രത്തിൽ ദിവസങ്ങളോളം എക്സ്പോ
എക്സ്പോയുടെ പരസ്യം വരുമ്പോ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്, അവിടെ നടക്കുന്ന എക്സ്പോയിൽ ഉൾപ്പെടുത്തിയ ഓരോ കണ്ടന്റുകളും ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കി അതാണ് അവിടെ നടക്കുന്നത്. അതൊക്കെ വായിക്കാനാണ് 3 മണിക്കൂറോളം സമയം അതിൻ്റെ അകത്ത് ചിലവഴിക്കേണ്ടി വരിക എന്ന് പറഞ്ഞത്. പക്ഷേ വായിക്കാൻ സമയമില്ല, കേൾക്കാൻ സമയമില്ല. ഇങ്ങനെ എല്ലാവരും പോകുന്നു, ഞാനും പോകുന്നു. ത്യാഗം ചെയ്യാൻ സമയമില്ല. എല്ലാവരും ക്യൂവിൽ നിൽക്കുന്നു, ഞാനും നിൽക്കണം എന്ന ചിന്തയില്ല. എങ്ങനെയെങ്കിലും അടിച്ചു കയറി എങ്ങനെയെങ്കിലും അതിൻ്റെ അകത്ത് എന്തോ അത്ഭുതമുണ്ടെന്ന് ചിന്തിച്ച് പ്രവേശിച്ച് അവസാനം എക്സ്പോയുടെ കണ്ടന്റ് എന്താ, ഹൈലൈറ്റ് എന്താ എന്ന് മനസ്സിലാക്കാതെ വീട്ടിലേക്ക് തിരിച്ചു വന്ന് വോയിസ് നോട്ട് ഓപ്പൺ ചെയ്തുകൊണ്ട്, കേട്ടില്ല താത്ത, കേട്ടില്ല മോളെ, എന്തിനാ അവിടേക്ക് പോകുന്നത്, ഒരു ഉളുപ്പുമില്ലാതെ പറയാൻ അറപ്പില്ലാത്ത കൗമായിട്ട് മാറുമ്പോ മനസ്സിലാക്കണേ ഉമ്മ, മനസ്സിലാക്കണേ സഹോദരിമാരെ, ഇതൊക്കെ ഖൈർ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്തതാണ്. അതല്ലാതെ ഇതിൽ നിന്നും മറ്റു ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടേണ്ടതുപോലെ കൂട്ടിക്കോ. 100 രൂപയല്ലേ എൻട്രി ഫീ ഉള്ളത്. ഈ എക്സ്പോ നടത്തിയതിനേക്കാളും വലിയ സാമ്പത്തിക ലാഭം സമസ്ത വിചാരിച്ചാൽ ലക്ഷക്കണക്കിന് മദ്രസയിൽ പഠിക്കുന്ന കുരുന്ന് മക്കളിൽ നിന്നും സമസ്തക്ക് വേണ്ടി 1000 എന്ന് കൊടുക്കണമെന്ന് പറയുമ്പോ കൊടുക്കാൻ സജ്ജരായവരാ. 500 വേണമെന്ന് പറഞ്ഞാൽ കൊടുക്കാൻ തയ്യാറാ, 100 വേണമെന്ന് പറഞ്ഞാൽ കൊടുക്കാൻ തയ്യാറാ. കോടിക്കണക്കിന് രൂപ കൊടുക്കാൻ സമസ്തയുടെ മദ്രസയിൽ പഠിക്കുന്ന ഉമ്മമാര്, സഹോദരിമാര്, മക്കള് തയ്യാറാ. പക്ഷേ അതിനൊന്നും മുതിരാതെ ഇങ്ങനെ ഒരു ഉപകാരം, ഒരു ബോധം ഹിസ്റ്റോറിക്കലായിട്ട് ഗ്ലോബലായിട്ടുണ്ടായിക്കോട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് ചെയ്തപ്പോ അതിലൊന്നും ഖൈറില്ല എന്ന് പറയുന്നവർ ചിന്തിക്കേണ്ടത്, ഖുൽ ഖൈറാ, വായ തുറക്കുന്നുവെങ്കിൽ ഖൈർ മാത്രം പറയുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. ഇതിന്റെ അപ്പുറമൊന്നും ചിന്തിക്കാനില്ല.